പ്രമേഹം അഥവാ ഡയബറ്റിസ് ഉള്ള 100 പേരെ നോക്കിയാൽ അതിൽ 66 പേർക്കും പ്രമേഹത്തിൻ്റെ കൂടെ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൽ 50% ആൾക്കാർക്കും ഇവരുടെ ബ്ലഡ് പ്രഷർ കൂടുതലാണെന്നുള്ള കാര്യം പോലും അറിയില്ല. ബാക്കിയുള്ള 50% പേർക്കും ഇവരുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ആക്കി നിർത്താനും ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ പ്രമേഹത്തിൻ്റെ കൂടെ തന്നെ ബ്ലഡ് പ്രഷറും കൂടി നിൽക്കുന്ന സമയത്ത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോൻ്റെ വിഷയം ഇതാണ്: പ്രമേഹത്തിൻ്റെ കൂടെ നിങ്ങളുടെ ബ്ലഡ് പ്രഷറും കൂടുതലാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവലിൻ്റെ കൂടെ തന്നെ ബ്ലഡ് പ്രഷറും എങ്ങനെയാണ് നോർമൽ ലെവലിൽ നിർത്തേണ്ടതെന്നും അതിന് നിങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോക്ടർ. നമുക്ക് തുടങ്ങാം. 2017 ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ കാര്യത്തിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. 130 മുകളിലേക്ക് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും 80 മുകളിലേക്ക് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറുള്ള ഏതൊരാളെയും ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പോൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. പക്ഷേ 2017 മുമ്പേ ഇങ്ങനെ ആയിരുന്നില്ല. 130/80 മില്ലിമീറ്റർ മെർക്കുറി പ്രഷറുള്ളവരെയൊക്കെ നമ്മൾ പ്രീ ഹൈപ്പർ ടെൻഷൻ എന്നുള്ള ഗ്രൂപ്പിലായിരുന്നു കാറ്റഗറൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ 130/80 ഹൈപ്പർ ടെൻഷൻ അഥവാ ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ കട്ട് ഓഫ് ആക്കി എടുത്ത സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് വന്നത്. അതിൽ ഓൾറെഡി ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹമുള്ളവരും ഉൾപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ 130-80 മുകളിലേക്ക് നിൽക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് പ്രമേഹമില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വെച്ച് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. അതായത് എക്സസൈസും ഡയറ്റ് റെസ്ട്രിക്ഷൻസ്, ഉപ്പ് കുറയ്ക്കുക, ഉറക്കത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആദ്യം ശ്രമിക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി ഡയബറ്റിസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഉദാഹരണത്തിന് 136-86 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജീവിതശൈലി മാറ്റങ്ങൾ മാത്രം പോരാ, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസും കൂടിയും കഴിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷറും പ്രമേഹവും രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഉദാഹരണത്തിന് ഹാർട്ട് അറ്റാക്കും അതെറോസ്ക്ലെറോസിസും മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഇങ്ങനത്തെ പല കണ്ടീഷൻസ് വരാനുള്ള റിസ്ക് വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഇപ്പം ഞാൻ പറഞ്ഞ ബ്ലഡ് പ്രഷറിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇത് പ്രമേഹമുള്ള എല്ലാവർക്കും ഒരുപോലെ ബാധകവുമല്ല. ചിലർക്ക് കട്ട് ഓഫ് 140-90 വരെ പോവാം. പ്രമേഹമുള്ളവരുടെ ബ്ലഡ് പ്രഷറിൻ്റെ ടാർഗറ്റ് ലെവൽ സെറ്റ് ചെയ്യുന്നത് ഓരോരുത്തരെയും നോക്കിയിട്ടാണ്, അതായത് ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ഇവരുടെ കാർഡിയോ വാസ്കുലർ റിസ്ക് അസസ്മെൻറ്റ് സ്കോർ നോക്കിയിട്ടാണ്. ഈ സ്കോർ കൂടുന്നതിനനുസരിച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള റിസ്ക് കൂടുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് പ്രമേഹം ഓൾറെഡി ഉള്ള ഒരാൾക്ക് അതിനോടൊപ്പം തന്നെ ഒബീസിറ്റി ഉണ്ട്, പൊണ്ണത്തടി ഉണ്ട്, കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുതലാണ്, ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട്. ഇങ്ങനെയുള്ളവർക്ക് കാർഡിയോ വാസ്കുലർ റിസ്ക് സ്കോർ കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് പ്രമേഹത്തിൻ്റെ കൂടെ ഹൈ ബ്ലഡ് പ്രഷറും കൂടി വന്നു കഴിഞ്ഞാൽ ഇവരുടെ ടാർഗറ്റ് ബ്ലഡ് പ്രഷർ നമ്മൾ സെറ്റ് ചെയ്യുന്നത് 130-80 നേരെ മറിച്ച് ഇവർക്ക് പ്രമേഹം മാത്രമേ ഉള്ളൂ, മറ്റ് തരത്തിലുള്ള കാർഡിയോ വാസ്കുലർ റിസ്ക് ഒന്നും ഇല്ലെങ്കിൽ ഇവരുടെ ബ്ലഡ് പ്രഷറിൻ്റെ സ്കോർ നമുക്ക് 140-90 എന്നുള്ള രീതിയിൽ ടാർഗറ്റാക്കി നിലനിർത്താൻ സാധിക്കും. ഇനി പ്രമേഹം ഉള്ളവർക്ക് അതിനോടൊപ്പം തന്നെ ഹൈ ബ്ലഡ് പ്രഷറും കൂടി വന്നു കഴിഞ്ഞാൽ ഇവരുടെ ട്രീറ്റ്മെൻറ്റിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്റ്റേജ് 2 ഹൈ ബ്ലഡ് പ്രഷർ ആണെങ്കിൽ, അതായത് സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ 160 സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും 100 മുകളിലേക്കായിരിക്കണം. ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒരു തരത്തിലുള്ള മെഡിസിൻ മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. അതായത് മോണോതെറാപ്പിനേക്കാളും 2 ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള മരുന്ന് ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് ബ്ലഡ് പ്രഷറിൻ്റെ നമ്പേഴ്സ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2 കാറ്റഗറിയിലുള്ള മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ടാബ്ലറ്റ്സ് ആവണമെന്ന് നിർബന്ധമില്ല. ഈ 2 കാറ്റഗറിയിലുള്ള മരുന്നും കൂടിയും ഒറ്റ ടാബ്ലറ്റ് രൂപത്തിലും ഇപ്പോൾ ഫിക്സഡ് ഡോസ് കോമ്പിനേഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി പ്രമേഹമുണ്ട്, നിങ്ങളുടെ പ്രമേഹം കൺട്രോൾ ആണെങ്കിൽ പോലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. 3-ൽ കൂടുതൽ ഡിഫറെൻറ്റ് ബ്ലഡ് പ്രഷറിൻ്റെ റീഡിങ്സ്, അതും പല ദിവസങ്ങളിലായിട്ട് എടുത്തത് 130-80 മുകളിലേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിലാണ് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഏത് കാറ്റഗറിയാണെന്ന് നോക്കേണ്ടത്. എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 1 ഉണ്ട്, 2 ഉണ്ട്. ഇങ്ങനെ ഏത് സ്റ്റേജാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് പിന്നെ നിങ്ങളുടെ കാർഡിയോ വാസ്കുലർ റിസ്ക് അസസ്മെൻറ്റ് സ്കോർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഇത് രണ്ടും നോക്കിയാൽ മാത്രമേ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള തെറാപ്പി ഏതാണെന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറിന് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബ്ലഡ് പ്രഷറിൻ്റെ സ്റ്റേജസിനെ കുറിച്ച് ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ മിസ്സായിട്ടുണ്ടെങ്കിൽ കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും ആ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ഇനി പ്രമേഹത്തിൻ്റെ കൂടെ ബ്ലഡ് പ്രഷറും കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ആക്കി നിർത്താൻ
ചില തരത്തിലുള്ള കാറ്റഗറിയിലെ മെഡിസിൻസാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. അതിൽ ചിലത് ഒന്ന് ACE ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇതിൻ്റെ ഉദാഹരണം എൻലാപ്രിൽ, റാമിപ്രിലൊക്കെയാണ്. മറ്റൊന്ന് ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ആണ്. ലൊസാർട്ടൻ, ടെൽമിസാർട്ടൻ, ഒൾമിസാർട്ടൻ എന്നൊക്കെ പറയുന്നത് ഈ കാറ്റഗറിയിൽ വരുന്ന മെഡിസിൻസ് ആണ്. മറ്റൊരു കാറ്റഗറി തയസൈഡ്സ് ആണ്. അത് ഡയോററ്റിക്സ് ആണ്. ശരീരത്തിലുള്ള വെള്ളത്തിനെ പുറത്തേക്ക് കളഞ്ഞിട്ടാണ് തയസൈഡ്സ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നേരത്തെ കോമ്പിനേഷൻ തെറാപ്പിയാണ് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ACE ഇൻഹിബിറ്റേഴ്സും ARBസും രണ്ടും കൂടിയും കമ്പൈൻ ചെയ്യാറില്ല. അതിന് പകരം ഒന്നിക്കൽ ACE ഇൻഹിബിറ്റേഴ്സിൻ്റെ കൂടെ തയസൈഡ്സ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അതിനേക്കാളും പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു കോമ്പിനേഷൻ തെറാപ്പി എന്ന് പറയുന്നത് ARBയുടെ കൂടെ തയസൈഡ്സ് ആഡ് ചെയ്യുന്നതാണ്. ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത് ഹാർട്ടിലും രക്തക്കുഴലിലും വർക്ക് ചെയ്തിട്ടാണ് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നത്. ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന മരുന്നിൻ്റെ എക്സാമ്പിളാണ് മെറ്റോപ്രോലോൾ, എറ്റിനോൾ. ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒന്നും നമ്മൾ സാധാരണ രീതിയിൽ പ്രമേഹമുള്ളവർക്ക് ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാറില്ല. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് സെക്കൻഡ് ലൈൻ മെഡിസിൻസ് ആയിട്ട് ഉപയോഗിക്കാം. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിൻ്റെ എക്സാമ്പിളാണ് ആംലോഡിപ്പിൻ, നിഫിഡിപ്പിൻ. ACE ഇൻഹിബിറ്റേഴ്സും ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സുമാണ് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ്ലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുമ്പോൾ കിഡ്നി ഡാമേജസ് ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും കിഡ്നി ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താൻ ഇടയ്ക്കിടയ്ക്ക് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം. പൊട്ടാഷ്യത്തിൻ്റെ അളവ് നോർമൽ ലെവലിൽ തന്നെയാണോ എന്ന് നോക്കാനുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. ഇതെല്ലാം കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. പ്രമേഹമുള്ളവർക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ ഇവരുടെ മരുന്ന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവർ ഓൾറെഡി പ്രമേഹം കൺട്രോൾ ചെയ്യാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടാവും. ഇത്തരത്തിൽ ചില തരത്തിലുള്ള ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്ന മെഡിസിൻസിന് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. ഉദാഹരണത്തിന് GLP-1 എഗനിസ്റ്റ്. ചില തരത്തിലുള്ള പ്രമേഹത്തിൻ്റെ മരുന്നൊക്കെ വർക്ക് ചെയ്യുന്നത് കിഡ്നിയിൽ തന്നെയാണ്. കിഡ്നിയിൽ പ്രവർത്തിച്ചിട്ട് തന്നെയാണ് മറ്റ് ചില തരത്തിലുള്ള മരുന്നുകൾ ബ്ലഡ് പ്രഷറും കൺട്രോളാക്കി നിർത്തുന്നത്. രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാതെ നമ്മൾ നോക്കേണ്ടതാണ്. റീസെൻ്റ്ലി നടത്തിയിട്ടുള്ള ഒരു റെട്രോസ്പെക്റ്റീവ് സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ളത്, പ്രമേഹത്തിൻ്റെ കൂടെ ഹൈ ബ്ലഡ് പ്രഷറും ഉള്ള ആൾക്കാർക്ക് അവർ മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഡോസിങ് ഇല്ലാത്തതുകൊണ്ടും കൃത്യമായിട്ടുള്ള കോമ്പിനേഷൻ മെഡിസിൻസ് അല്ലാത്തതുകൊണ്ടും 48% താഴെ പേർക്ക് മാത്രമേ ഇവരുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കുന്നുള്ളൂ. കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 130ൻ്റെയും 80ൻ്റെയും താഴേക്ക് നിർത്തുന്ന കാര്യമാണ്. ഇവർ പ്രമേഹത്തിന് ബ്ലഡ് ഷുഗറിൻ്റെ കൂടെ ബ്ലഡ് പ്രഷറും കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടില്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മാത്രമല്ല, കിഡ്നി ഡാമേജസ് ഉണ്ടാവാം, കാഴ്ചക്ക് പ്രശ്നങ്ങളുണ്ടാവാം, മോർട്ടാലിറ്റി റേറ്റ് അതായത് മരണ നിരക്ക് പോലും പല മടങ്ങ് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് ഈ സ്റ്റഡിയിൽ പറയുന്നത്. ഇങ്ങനെയുള്ളവരിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാധാരണ ബ്ലഡ് പ്രഷർ കൂടുന്ന പോലെയല്ല, റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള ചാൻസസും കുറച്ച് കൂടുതലാണ്. റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ചിലപ്പോൾ മതിയാവില്ല. കോമ്പിനേഷൻ തെറാപ്പി പ്രിഫർ ചെയ്യുന്നതിന് മറ്റൊരു കാരണം ഇതും കൂടിയാണ്. ഇങ്ങനെയുള്ളവരുടെ ബ്ലഡ് പ്രഷർ കൺട്രോളാക്കി നിർത്തിയാലും പോരാ, നമ്മൾ ലിപ്പിഡ് ലെവൽസ് നോക്കണം. അതായത് കൊളസ്ട്രോളിൻ്റെ ലെവൽ നോർമൽ ലെവലിലായിരിക്കണം. ബോഡി വെയിറ്റ് നോർമൽ റേഞ്ചിൽ നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ്. ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും അളവ് കൂട്ടുന്നത് നല്ലതാണ്. ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കേണ്ടതാണ്. ഒരു ദിവസം മാക്സിമം 1.5 ഗ്രാമിൻ്റെ മുകളിലേക്ക് കഴിക്കാതെ ശ്രമിക്കേണ്ടതാണ്. ലോ ഫാറ്റ് ഡയറി കണ്ടന്റ് 3 സെർവിങ്സ് വരെ ഒരു ദിവസം കഴിക്കാമെന്നാണ് പറയുന്നത്. കാർഡിയോ എക്സസൈസിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഹാർട്ട് ബീറ്റ് കൂടുന്ന രീതിയിൽ സോൺ 2 ലെവലിലെങ്കിലും ഹാർട്ട് ബീറ്റ് എത്തുന്ന രീതിയിലുള്ള എക്സസൈസസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് നോക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഡിജിറ്റൽ ബ്ലഡ് പ്രഷർ മീറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ബ്ലഡ് പ്രഷറും മോണിറ്റർ ചെയ്യാം. നിങ്ങളുടെ ടാർഗറ്റ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 130-80 അടുത്ത് നിലനിർത്താൻ ശ്രമിക്കണം. ഏതെങ്കിലും ഒരു ദിവസം മാത്രമല്ല, ഓരോ പ്രാവശ്യം നിങ്ങൾ നോക്കുന്ന ബ്ലഡ് പ്രഷറിൻ്റെ വാല്യൂസും നിങ്ങൾ മോണിറ്റർ ചെയ്യുക, എഴുതി വെക്കുക. ഏറ്റവും മിനിമം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ബ്ലഡ് പ്രഷറും കൂടി നോക്കേണ്ടതാണ്. നിങ്ങൾ ഓൾറെഡി പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ മാറ്റുന്നത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും കൂടിയും എളുപ്പമാക്കാറുണ്ട്. ഉദാഹരണത്തിന് SGLT ഇൻഹിബിറ്റേഴ്സും GLP-1 എഗനിസ്റ്റും പ്രമേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ചില കാറ്റഗറിയിലുള്ള മെഡിസിൻസ് ആണ്. ഇതേ മെഡിസിൻസിന് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. പ്രമേഹമുള്ള 3-2 പേർക്കെങ്കിലും അവരുടെ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നിങ്ങൾ ഇനിയും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മരുന്നുകൾ മാറ്റുന്നതിനും ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് പ്രഷർ നോക്കുന്നതിനും ബ്ലഡ് ഷുഗർ നോക്കുന്നതിനും കിഡ്നി ഫംഗ്ഷനും കാർഡിയോ വാസ്കുലർ റിസ്ക് അസസ്മെൻറ്റൊക്കെ നടത്താൻ നിങ്ങളുടെ ഡോക്ടറുമായി കൺസൾട്ടേഷൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് ഇനി ഹോസ്പിറ്റലിൽ പോയി ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലോകത്തിന് എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻസ് ഡോഫോഡി വെബ്സൈറ്റിൽ നിന്നും ബുക്ക് ചെയ്യാവുന്നതാണ്. പ്രമേഹവും ഹൈ ബ്ലഡ് പ്രഷർ പോലത്തെ ജീവിതശൈലി രോഗങ്ങളുടെ മാനേജ്മെൻറ്റിൽ
ഓൺലൈൻ കൺസൾട്ടേഷൻസ് വളരെയധികം ഇഫക്റ്റീവാണ്, പ്രത്യേകിച്ചും ഫോളോ അപ്പിൻ്റെ കാര്യം വരുമ്പോൾ. ഡോഫോഡി വെബ്സൈറ്റിൻ്റെ ലിങ്കും QR കോഡും കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനുള്ള ഫോൺ നമ്പറൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. നിങ്ങൾക്ക് ഈ പ്രമേഹത്തിനെക്കുറിച്ചോ ഹൈ ബ്ലഡ് പ്രഷറിനെക്കുറിച്ചോ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ 2 വിഷയത്തിനെക്കുറിച്ചും ഞാൻ പലതരത്തിലുള്ള വീഡിയോസ് മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്ലേലിസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ കാർഡ്സിൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.